തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ല. തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് സ്ഥാനാർത്ഥികൾ അംഗം കുറിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പാർട്ടികൾ ആരും തന്നെ കൃത്യമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ പോലും നടത്തിയിട്ടില്ല. എങ്കിലും പാലക്കാട് BJP നേരിടുന്നത് അതിഭീകരമായ ഒരു അവസ്ഥയാണ്. ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നത് എന്ന് BJP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അവർക്ക് അവിടെ വലിയ സ്വീകരണമൊക്കെ കൊടുത്തപ്പോൾ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആ ഭാഗത്തേക്കേ പോയില്ല. പ്രശാന്തിനായിരിക്കും സീറ്റ് എന്നായിരുന്നു ഒരു പരിധിവരെ BJP നേതൃത്വം പ്രശാന്തിനെ ധരിപ്പിച്ചിരുന്നത്. പ്രശാന്തിന് വേണ്ടി അവിടെ ജില്ലയിലെ നേതാക്കൾ ഒന്നടങ്കം കെട്ടിയിറക്കിയ നേതാക്കളെ പാലക്കാടേക്ക് ആവശ്യമില്ല എന്ന ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പ്രശാന്തിനെ നെന്മാറയിലേക്ക് മാറ്റാമെന്ന സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും ഒക്കെ പറഞ്ഞ പ്രശാന്ത് അല്പമൊന്നായിരുന്നു. എന്നാൽ നെന്മാറ ഇപ്പോൾ നിലവിൽ BDJS-നുള്ള സീറ്റാണ്. അതായത് ഘടകകക്ഷിയായ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്കുള്ള സീറ്റാണ്. അതുകൊണ്ട് നെന്മാറ അവർ വിട്ടുകൊടുക്കുകയില്ല എന്ന് കട്ടായം പറഞ്ഞതോടുകൂടി പ്രശാന്ത് ശിവൻ ഇക്കുറിയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താണ് എന്ന സങ്കടകരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പരിപാടി ഉദ്ഘാടനം ഇന്ന് മേഴ്സി സ്കൂളിന് സമീപത്തുള്ള മൈതാനയിൽ അവരുടെ ചുമരെഴുത്ത് ഉദ്ഘാടനമൊക്കെയാണ്. അവിടെ എങ്ങും പ്രശാന്ത് പങ്കെടുക്കുകയില്ല എന്ന് പാർട്ടിയെ അറിയിച്ചിരിക്കുകയാണ്. ഇത് പാർട്ടിക്ക് വലിയ തലവേദനയാണ്. പാലക്കാട് മണ്ഡലത്തിന്റെ അവസ്ഥ നോക്കിയാൽ ഷാഫി പറമ്പിലുമായി കൊമ്പുകോർത്ത് ശോഭാ സുരേന്ദ്രൻ അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഏകദേശം 17,000 വോട്ടുകൾക്ക് മുകളിൽ വോട്ട് നേടിയാണ് ഷാഫി ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തുകയെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം BJPക്ക് കിട്ടിയിരുന്നു. 2021 ഈ ശ്രീധരനായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിൽ തന്നെയായിരുന്നു UDFന്റെ സ്ഥാനാർത്ഥി. ഷാഫി പറമ്പിലിന് അക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ ഈ ശ്രീധരൻ വെറും 3000 വോട്ടുകൾക്കാണ് അന്ന് പരാജയപ്പെട്ടത്. അപ്പോൾ പാലക്കാട് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന മണ്ഡലമല്ല BJPക്കും അതുപോലെ തന്നെ കോൺഗ്രസും BJPയും ഇഞ്ചോടിഞ്ച് പോരാടുന്ന സ്ഥലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ അവിടെ നിർത്തുമ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ധാരാളം പ്രതീക്ഷകളുണ്ട്. കാരണം 3000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഷാഫിക്ക് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും തരക്കേടില്ലാത്ത വോട്ട് BJP പിടിച്ചിരുന്നു. ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം അവർ കാര്യമായി ഗൗനിക്കില്ല എങ്കിൽ പോലും ശോഭാ സുരേന്ദ്രന് ജയസാധ്യത ഉണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന മണ്ഡലം തന്നെയാണ് പാലക്കാട്. പക്ഷെ പാലക്കാട് BJPയുടെ പ്രാദേശിക നേതൃത്വം ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? BJP നേരിടേണ്ടത് കനത്ത പരാജയം തന്നെ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും.